निताय गौर हरि बोल, हरि बोल, हरि बोल, निताय गौर हरि बोल। जय जगन्नाथ बलदेव सुभद्रा मैया की, श्रीला प्रभुपाद की, भगवद गीता यथारूपम की। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। भगवद्गीता यथारूपम अध्यायं 10 विभूति योगम श्लोकम 8। अहं सर्वस्य प्रभवो मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते मां बुधा भावसमन्विताः। अहं सर्वस्य प्रभवो मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते मां बुधा भावसमन्विताः। अहं सर्वस्य प्रभवो मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते मां बुधा भावसमन्विताः। अहं सर्वस्य प्रभो सर्वं प्रवर्तते मत्वा भजन्ते मां बुधा भावसमन्विताः। अहं सर्वस्य प्रभो सर्वं प्रवर्तते मत्वा भजन्ते मां बुधा भावसमन्विताः। अहं सर्वस्य प्रभो मत्तः सर्वं प्रवर्तते मत्वा भजन्ते मां बुधा भावसमन्विताः। अहं सर्वस्य प्रभो मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते मां बुधा भावसमन्विताः। हरे कृष्ण। अहं ज्ञान सर्वस्य जगतः സർവജഗത്തിൻ്റെയും പ്രഭവഃ പ്രഭവം ഉത്പത്തിയാകുന്നു. മത്തഃ എന്നിൽ നിന്നും സർവം സർവവും പ്രവർത്തതേ ബഹിർഗമിക്കുന്നു. ഇതി എന്ന് മത്വ മനസ്സിലാക്കിയിട്ട് ബുധാഹ വിദ്വാൻമാർ ഭാവസമന്വിതാഹ അത്യധികം ശ്രദ്ധയോടെ
മാം എന്നെ ഭജന്തേ ഭജിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അവിചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് വിവർത്തനം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഭൗതികാധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിലേർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. വിവർത്തനം എല്ലാവരും ഏറ്റുപറയുക. ഭൗതികാധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിലേർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഭാവാർത്ഥം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വേദങ്ങൾ പഠിക്കുകയും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിലെ പോലുള്ള പ്രാമാണികരിൽ നിന്ന് അറിവ് നേടുകയും ആ ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ഭൗതികാധ്യാത്മിക ലോകങ്ങളിലുള്ള എല്ലാറ്റിൻ്റെയും തുടക്കം കൃഷ്ണനാണെന്ന് ബോധ്യപ്പെടും. ഇത് പൂർണ്ണമായി അറിയാവുന്നതുകൊണ്ട് അയാൾ ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കുന്നു. മൂഢന്മാർക്കോ അബദ്ധ ജടിലങ്ങളായ വ്യാഖ്യാനങ്ങൾക്കോ ആ ഭക്തനെ വഴി പിഴയ്ക്കാനാവില്ല. കൃഷ്ണനിൽ നിന്നാണ് ബ്രഹ്മാവും ശിവനും മറ്റ് ദേവന്മാരും ഉദ്ഭവിച്ചതെന്ന് എല്ലാ വൈദിക സാഹിത്യങ്ങളും തീർത്തു പറയുന്നു. അഥർവവേദത്തിൽ ഉൾപ്പെട്ട ഗോപാലതാപന്യ ഉപനിഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യോ ബ്രാഹ്മണാം വിദദാതി പൂർവം യോ വൈ വേദാംശ്ച ഗാപയതി സ്മ കൃഷ്ണ. ആദ്യമായി ബ്രഹ്മാവിന് വേദജ്ഞാനം ഉപദേശിച്ചതും അതിനെ പിൽക്കാലത്ത് പ്രചരിപ്പിച്ചതും കൃഷ്ണൻ തന്നെ. അത പുരുഷോ ഹവൈ നാരായണോ കാമയത പ്രജാഹ സൃജയതി. പിന്നെ പരമപുരുഷനായ നാരായണൻ ജീവസത്തകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു എന്ന് നാരായണോപനിഷത്ത് ഇതേ ഉപനിഷത്ത് തന്നെ തുടരുന്നു. നാരായണാത് ബ്രഹ്മ ജായതേ നാരായണാത് പ്രജാപതി പ്രജായതേ നാരായണാദിന്ദ്രോ ജായതേ നാരായണാത് ത്വഷ്ടൗ വസവോ ജായന്തെ നാരായണാദ്വേകാദശ രുദ്രോ ജായന്തെ നാരായണാദ്വാദശ ആദിത്യാഹ. നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണൻ്റെ ഒരു രൂപവിസ്തരണമാണ്. ബ്രഹ്മണ്യോ ദേവകീ പുത്ര എന്ന് അതേ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ദേവകീ പുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ. നാരായണോപനിഷത്ത് മഹോപനിഷത്ത് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ഏകോ വൈ നാരായണ സ്ഥീന ബ്രഹ്മ ന ഈശാനോ നാപോ നാഗ്നിസം മൗനമേ ധ്യാവാപ്യ ദിവീന നക്ഷത്രാണിന്ന സൂര്യ എന്നാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമപുരുഷനായ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവില്ല, ശിവനില്ല, അഗ്നിയോ ചന്ദ്രനോ ആകാശമോ ഭൂമിയോ നക്ഷത്രമോ സൂര്യനോ അന്നില്ല. ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ് ശിവൻ്റെ ഉത്പത്തി എന്ന് അതിൽ തന്നെ പറയുന്നു. ബ്രഹ്മ ശിവാദികളുടെ സൃഷ്ടാവായ ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് വേദസിദ്ധാന്തം. മോക്ഷധർമ്മത്തിൽ കൃഷ്ണൻ പറയുന്നു: പ്രജാപതിം ച രുദ്രം ചാപ്യഹമേവ സൃജാവൈ തൗഹിമാം ന വിജാനീതോ മമ മായ വിമോഹിതൗ. പ്രജാപതിയെയും രുദ്രനെയും മറ്റെല്ലാവരെയും ഞാനാണ് സൃഷ്ടിച്ചത്. എൻ്റെ മായാശക്തിയിൽ മോഹിതരാകയാൽ ഞാനാണ് അവരുടെ സൃഷ്ടാവെന്ന് അവർക്കറിയില്ല. വരാഹപുരാണത്തിലും ഇപ്രകാരം പറയുന്നുണ്ട്: നാരായണ പരോ ദേവ തസ്മാജ്ഞാത അച്യുതർമുഖ തസ്മാ രുദ്രോ ഭവദ്ദേവ സച്ച സർവജ്ഞതാം ഗതഃ. നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് രുദ്രനും ജനിച്ചു. കൃഷ്ണഭഗവാനാണ് എല്ലാ തലമുറകളുടെയും ഉദ്ഭവസ്ഥാനം. അദ്ദേഹം എല്ലാറ്റിനും കാരണഭൂതൻ എന്നറിയപ്പെടുന്നു. കൃഷ്ണൻ പറയുന്നു: എല്ലാം എന്നിൽ നിന്ന് ജനിക്കുകയാൽ ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനമാണ്. എല്ലാം എനിക്ക് അധീനമാണ്. എനിക്കുപരിയായി ആരുമില്ല. കൃഷ്ണനൊഴിച്ച് മറ്റാരും പരമനിയന്താവല്ല. വിശ്വാസനായൊരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ കൃഷ്ണനെ അപ്രകാരം മനസ്സിലാക്കാൻ സാധിച്ച ഒരാൾ തൻ്റെ സർവശക്തിയും കൃഷ്ണാവബോധത്തിൽ വിനിയോഗിച്ച് ഒരു യഥാർത്ഥ പണ്ഡിതനായി തീരുന്നു.
ആ ഭക്തനോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൃഷ്ണനെ ശരിയായി അറിയാത്തവർ കേവലം മൂഢന്മാരാണ്. ഒരു വിഡ്ഢി മാത്രമേ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതൂ. ഭഗവത്ഗീതയുടെ ആധികാരികങ്ങളല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളുടെയും എല്ലാം കൃഷ്ണാബോധമുള്ളവർ തള്ളിക്കളയണം. അവർ വിഡ്ഢികളാൽ ഭ്രമിക്കപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണാവബോധത്തിൽ മുഴുകണം. ഓം തസ്സത്. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വാപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാഭാവ സമന്വിതാഃ. ഭഗവത്ഗീതയിലെ ഭഗവാൻ ഈ അധ്യായത്തിൻ്റെ പേര് വിഭൂതി യോഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വിഭൂതി യോഗത്തിൽ ഈ ശ്ലോകം ഇപ്പോൾ വായിച്ചത് 8ാമത്തെ ശ്ലോകം 9, 10, 11 ഈ 4 ശ്ലോകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ആചാര്യന്മാർ പറയുന്നത് ഈ 4 ശ്ലോകത്തിന് ചതുശ്ലോകി ഭഗവത്ഗീത എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചതുശ്ലോകി ഗീത. അതായത് ഭഗവത്ഗീതയിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ വിവരിക്കുന്നുണ്ട്. ആത്മാവിനെക്കുറിച്ച്, അതിനുശേഷം കർമ്മയോഗ, അതിനെക്കുറിച്ച്, പിന്നെ അതിനുശേഷം കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മയോഗം, പിന്നെ അതുപോലെ അഷ്ടാംഗയോഗ, ജ്ഞാനയോഗ എല്ലാം വിവരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതാണ് ഭക്തിയോഗ. അപ്പോൾ ഈ ഭക്തിയോഗ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജ്ഞാനത്തിൽ അധിഷ്ഠിതം അല്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ ജ്ഞാനത്തിന് മുകളിലാണ് ഭക്തിയോഗ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർ അവർക്ക് ജ്ഞാനമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർ ജ്ഞാനത്തോടുകൂടെ തന്നെയാണ് കൃഷ്ണാബോധത്തിലൂടെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഭക്തന്മാർക്കറിയാം ഈ 4 ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഇതിലെ പണ്ഡിതന്മാർ പറയുന്നത് ഈ 4 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവത്ഗീത മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ 4 ശ്ലോകങ്ങൾ. കാരണം ഈ ലോകത്തിൻ്റെ ഉറവിടം, ഈ ലോകത്തിൻ്റെ ഉത്ഭവസ്ഥാനം, അതുപോലെ ഇത് എങ്ങനെ മനസ്സിലാക്കി അത് ആ ഭക്തന്മാർ സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിമത്വ ഭജന്തേ മാം എന്ന് പറയുന്നുണ്ട്. ഭജന്തേ മാം എന്ന് വെച്ചാൽ ഭജിക്കുന്നു. ചില ജ്ഞാനയോഗികളുണ്ട്, അവർ മായാവാദികളെ പോലുള്ളവർ ശാസ്ത്രം പഠിക്കും, ഗ്രന്ഥങ്ങൾ പഠിക്കും, പക്ഷേ ജ്ഞാനം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. പക്ഷേ അവർ ഒന്നും തന്നെ കർമ്മം ചെയ്യാൻ തുനിയുന്നില്ല. അവർ വിചാരിക്കുന്നത് ജ്ഞാനം മനസ്സിലാക്കിയ ശേഷം വെറുതെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ ഉള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ചിന്തിച്ചിട്ട് പലരും ജ്ഞാനികളായിട്ടിരിക്കും, പക്ഷേ അവർക്ക് ഭഗവാന്റെ അരിയിലേക്ക് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. പക്ഷേ ഭക്തന്മാർ മറിച്ച് ഈ ജ്ഞാനത്തോടുകൂടെ ആ ഭഗവാനെ സേവിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇതിമത്വ ഭജന്തേമാം ബുധാഭാവ സമന്വിതാഹ എന്ന് പറയുന്നത്.
അപ്പോൾ ഭക്തന്മാരെക്കുറിച്ച്, പ്രത്യേകിച്ച് യോഗയുക്തന്മാരായിരിക്കുന്ന ഭക്തന്മാരെക്കുറിച്ച് 5-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഭക്തന്മാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റി. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ നവീന ലിപ്യതേ. 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകമാണ്. അതിൽ പറയുന്നത് ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയില്ല. ഭഗവാൻ ആദ്യമേ പറഞ്ഞു, അതായത് ഭക്തന്മാരുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അവർ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ പുറമെയുള്ളവർക്ക് അറിയില്ല ഇത് ഭഗവാന് വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് അവരുടെ നിഷ്കാമ കർമ്മമായിരിക്കുന്ന ഈ കർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് അവർക്ക് പാപപ്രതികരണങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. അപ്പോൾ ഭഗവാൻ അത് ഭക്തന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു അറിവോടുകൂടെയാണ് ഭക്തന്മാർ കർമ്മയോഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിഷ്കാമ കർമ്മയോഗം ചെയ്യുന്നത്. അപ്പോൾ ചില ജ്ഞാനികൾക്ക് പക്ഷേ ഈ ഭഗവാനെ ഇത്തരത്തിൽ ആരാധിക്കേണ്ട ആവശ്യം എന്ത് എന്ന് വരുന്ന സമയത്താണ് അർജുനനോട് ഈ വിഭൂതി യോഗത്തിൽ ഭഗവാന്റെ സ്ഥാനം എന്താണെന്ന്, അല്ലെങ്കിൽ ഭഗവാന്റെ യഥാർത്ഥ പൊസിഷൻ എന്താണ് എന്നതിനെ പറ്റിയിട്ട് വിവരിക്കുന്നത്. അതുകൊണ്ട് ഈ 4 ശ്ലോകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഹം സർവസ്യ പ്രഭു. ഭൗതിക ആധ്യാത്മിക ലോകങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഭൗതിക ലോകം, ഇതിനപ്പുറത്ത് ആധ്യാത്മിക ലോകങ്ങളുണ്ട്, അതിനിടയിൽ ഈ പറഞ്ഞ സ്വർഗ്ഗലോകങ്ങളുണ്ട്, അതിന് താഴെ പാതാള ലോകങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെ ഉറവിടം ഭഗവാനാണെന്ന് അവിടെ പറയുന്നത്. ഒരിക്കൽ ഭഗവാൻ വരുണ ലോകത്ത് പോയി. അപ്പോൾ വരുണ ലോകത്ത് പോയപ്പോൾ, അതായത് വരുണൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരുണദേവൻ ഭഗവാനെ എങ്ങനെ സ്വീകരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടി പോയതാണ് സൃഷ്ടിയൊക്കെ കഴിഞ്ഞ ശേഷം. അപ്പോൾ വരുണദേവൻ ലോകത്ത് പോയപ്പോൾ ഭഗവാനെ കണ്ടതും വരുണദേവൻ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഓത് സാക്ഷാൽ കൃഷ്ണനാണ്, ഭഗവാനാണ്. ഈ പറഞ്ഞ ലോകത്തിൽ പറഞ്ഞ അഹം സർവസ്യ എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം ഭഗവാനാണെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാ ദേവീദേവന്മാരുടെയും, ഈവൻ ബ്രഹ്മ ശിവ, വളരെ ടോപ്പ് മോസ്റ്റ് ഡിവോട്ടി അല്ലെങ്കിൽ ഡെമിഗോഡ് അല്ലെങ്കിൽ ദേവി ദേവന്മാരിൽ പ്രധാനികളായിരിക്കുന്ന അവരുടെ ഉത്ഭവസ്ഥാനം ഭഗവാനാണെന്ന് അവരത്. അതേപോലെ തന്നെ പിന്നീട് ഒരിക്കൽ കൃഷ്ണ ഭഗവാൻ അഗ്നിദേവനെയും അതുപോലെ തന്നെ വായുദേവനെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാന്റെ ലോകത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഈ കാണുന്ന എന്താ പറയുക പുൽക്കൊടി ഒന്ന് കരിയിച്ച് കളയാമോ എന്ന് ചോദിച്ചു അഗ്നിദേവൻ്റെ അടുത്ത്. അപ്പോൾ അഗ്നിദേവൻ ആകുന്നൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷെ കരിയുന്നില്ല, കരിക്കാൻ പറ്റിയില്ല. അതുപോലെ വായുദേവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഇതിനൊന്ന് പറപ്പിക്കാമോ എന്ന് ചോദിച്ചു, പറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വായുദേവൻ ആകുന്ന വഴി നോക്കി, നടന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി, ഭഗവാന്റെ ഒരു ആജ്ഞയില്ലാതെ ഈവൻ അഗ്നിദേവനായാലും ശരി വായുദേവനായാലും ശരി അവരുടെ എനർജി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ്. ഭഗവാന്റെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ആജ്ഞ, ഒരു ഞൊടി ആജ്ഞയില്ലാതെ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പരമ്പരയിൽ ഈ തത്വം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കി അതിനോടൊത്ത് നമ്മൾ ഈ ജീവിതം നയിക്കാനും ഒക്കെ ആയിട്ട് ആഹ്വാനം ചെയ്തത് 538 വർഷങ്ങൾക്ക് മുമ്പ്. ഈ വരുന്ന 14-ാം തീയതി ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആവിർഭാവ ദിവസം അല്ലെങ്കിൽ ഗൗരപൂർണിമ എന്ന പേരിൽ നമ്മളെല്ലാവരും ലോകം മുഴുവൻ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു കൃപയാണ് പിന്നീട് നമ്മളിലെല്ലാം എത്തിക്കാനായിട്ട് ശ്രീല പ്രഭുപാദരും ഈ കാര്യം നമ്മൾ അറിയിച്ചത്. അപ്പോൾ കൃഷ്ണ ഭഗവാൻ ആക്ച്വലി അല്ലെങ്കിൽ പ്രഭുപാദിലൂടെ നമ്മളെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ വളരെ കാലമായിട്ട് തന്നെ നമ്മളെ ബോധവാനാക്കാനും ബോധ്യപ്പെടുത്താനായിട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരൂ, ഇത് ഭൗതിക ലോകം എന്ന് പറയുന്നത് ശാശ്വതമല്ല, അതുപോലെ തന്നെ ദുഃഖാലയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലൂടെ. ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ എന്നാലും നമ്മൾ ആ വിളി കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ വിളി ഇവിടെ റെക്കോർഡിക്കലായിട്ട് ഭഗവത്ഗീതയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നേരിട്ട് പറയുന്നില്ലെങ്കിലും നേരിട്ട് പറഞ്ഞത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ഗുരുവര്യന്മാരും അതുപോലെ ഭഗവാനും നേരിട്ട് പറയുന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ഈ ഭൗതിക ലോകത്ത് തന്നെ ഇരുന്ന്
ആസ്വദിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളാരും കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണവും അല്ലെങ്കിൽ ആ കാരണത്തിൽ ഇല്ലാതാക്കുന്നതിനും ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ, കൃഷ്ണ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ ഭഗവാൻ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരിക്കൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോഴും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചും ബ്രഹ്മാവിനും ഇതുപോലെ ഭാഗവതത്തിൽ ചില ഉപദേശങ്ങൾ നൽകേണ്ടായി. ആ ഭാഗവതത്തിലുള്ള ഉപദേശങ്ങളിലും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും ഇതേപോലെ 4 ശ്ലോകങ്ങളാണ്. ഭാഗവതത്തിലുണ്ട്. ഇത് ചതുശ്ലോകി ഭഗവത്ഗീത ശ്ലോകം, അതുപോലെ തന്നെ ചതുശ്ലോകി ഭാഗവത ശ്ലോകം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ 4 ശ്ലോകങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ ഏതാണ് കാണ്ഡം, അധ്യായം? പക്ഷെ അത് നമ്മളത്ര ശ്രദ്ധിക്കാറില്ല, എന്നാലും പലരും ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. രണ്ടാമത്തെ കാണ്ഡത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 33, 34, 35, 36 ഈ 4 ശ്ലോകമാണ് ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ചതുശ്ലോകി ഗീത, അത് ചതുശ്ലോകി ഭാഗവതം. പക്ഷെ രണ്ടിനും സാമ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവിനെ നിർദ്ദേശിക്കുന്ന സമയത്ത് ബ്രഹ്മ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ക്രിയേഷൻ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. സ ഏവാഗ്രേ ഏവായം, ഏതാ ശ്ലോകം? അതിൻ്റെ ഫുൾ യവാസെ ഇവാഗ്രം അല്ലേ? അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം. അതായത് ജസ്റ്റ് ഇതിനറിയാൻ വേണ്ടിയിട്ടാണ്. ശ്രീമദ് ഭാഗവതം 2-ാമത്തെ കാണ്ഡം 9-ാമത്തെ അധ്യായം 33-ാമത്തെ ശ്ലോകം. അഹം ഏവാസം ഇവാഗ്രേ നാന്യാത് യത് സത് അസത് പരം പശ്ചാത് അഹം യത് ഏതച്ചക യോ അവിശിഷ്യതേ സോ അസ്മി അഹം. വിവർത്തനം കൂടെ വായിക്കാം മലയാളത്തിൽ തന്നെ. ബ്രഹ്മ സൃഷ്ടിക്കു മുമ്പ് ഞാനല്ലാതെ മറ്റൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ തന്നെയാണ്. ഈ സൃഷ്ടിയുടെ കാരണമായ ഭൗതിക പ്രകൃതിയും ഉണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ തന്നെയാണ്. സംഹാരത്തിന് ശേഷം അവശേഷിക്കുന്നതും പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതിലും പറയുന്നത് സൃഷ്ടിക്ക് മുൻപും സൃഷ്ടിക്ക് ശേഷമും ഈവൻ പ്രകൃതി പോലും ബ്രഹ്മാവെ നിനക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനാണെല്ലാം സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ. പക്ഷേ ഇതിൽ സൃഷ്ടിയെപ്പറ്റി വിവരിക്കുന്ന സമയത്ത് ഇത് ബ്രഹ്മാവിന് കൊടുത്ത നിർദ്ദേശം പിന്നീട് ഉദ്ധവരോട് പറയുന്നതാണ് അതേ ഭഗവാൻ. പക്ഷെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ ഭജന്തേ മാം എന്നൊരു പദം ഇവിടെ പ്രത്യേകം ഉപയോഗിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബ്രഹ്മാവ് എന്താ ഡിവോട്ടി അല്ലേ? ആണ്. പക്ഷേ എങ്കിലും അവിടെ സൃഷ്ടിയുടെ കാരണം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ഭക്തന്മാർ എന്നെ ഭജിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്, സേവനത്തിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊരിക്കലും ബ്രഹ്മാവാകാൻ പറ്റില്ല. നമ്മൾക്കൊരിക്കലും ഈ പറഞ്ഞ സൂര്യദേവനോ അല്ലെങ്കിൽ വരുണദേവനോ ഒന്നാകാൻ പറ്റില്ല. അതിൻ്റെ പൊസിഷൻ അവർക്കുണ്ട്. പക്ഷേ അത്തരത്തിൽ കാര്യം അറിഞ്ഞവർ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഭക്തി അല്ലെങ്കിൽ സേവനം ഉള്ളഴിഞ്ഞുകൊണ്ടുള്ള ആരാധന ഇത് ഇവിടെ ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട് പറയുന്നത്. അത് നമുക്കുള്ളതാണ്. പക്ഷേ ദേവന്മാർക്കോ ദേവിമാർക്കോ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ സംബന്ധിച്ചുള്ള അവരുടെ ഡ്യൂട്ടി അവർ കർമ്മം ചെയ്യുന്നുള്ള നിഷ്കാമ കർമ്മം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പോയിന്റ്. പിന്നെ പ്രഭുപാദർ ഈ ഭാവാർത്ഥത്തിൽ ഒരുപാട് ശാസ്ത്രങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. ഗോപാല താപൻ ഉപനിഷത്ത്, അതുപോലെ പിന്നെ നാരായണോപനിഷത്ത്, പിന്നെ മഹോപനിഷത്ത്, ഇങ്ങനെ പല ശാസ്ത്രങ്ങളും വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നാരായണനാണ് ഉൽപ്പത്തിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് പല പുരാണങ്ങളും ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. വരാഹപുരാണം, ഇങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങളും ഇവിടെ പ്രഭാത് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും സൃഷ്ടി. ഈ പറഞ്ഞ ശ്ലോകത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള
ശ്ലോകങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ സേവനത്തിൽ ഏർപ്പെടുന്നവരുടെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് വെച്ചാൽ യോഗയുക്തോ വെച്ചാൽ ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവർ, ഈ മനസ്സിലാക്കിയ ഡിവോട്ടികൾ ഇവിടെ പറയുന്ന ഭജന്തേമാം എന്ന് പറയുന്ന സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് അവർക്ക് 3 തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും. ആ 3 തരത്തിലുള്ള ക്വാളിറ്റി ഉള്ളപ്പോഴാണ് അവർ ശരിക്കും എല്ലാവർക്കും പ്രിയങ്കരനാകുന്നതും ഈവൻ ഭഗവാന് പോലും പ്രിയങ്കരനാകുന്നതും. അത് പറയുന്നുണ്ടല്ലോ, ഭൂതാത്മ എന്നാണ് പറയുന്നത്. സർവ്വഭൂതാത്മ എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളിലും അനുകമ്പയുള്ളവനായിട്ട് മാറുന്ന ഒരു ഭക്തനായി മാറുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് വിശുദ്ധാത്മ, പിന്നെ രണ്ടാമത് വിജിതാത്മ, മൂന്നാമത്തത് ജിതേന്ദ്രിയ. അപ്പോൾ വിശുദ്ധാത്മ എന്ന് വെച്ചാൽ പ്യൂരിഫൈഡ് സെൽഫ്, അതായത് വിശുദ്ധ ചിത്തനായിട്ടും, വിജിതാത്മ എന്ന് വെച്ചാൽ ആത്മനിയന്ത്രണം, സെൽഫ് റിയലൈസ്ഡ്, ആത്മനിയന്ത്രണം ലഭിച്ചവനായിട്ടും, പിന്നെ ജിതേന്ദ്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിട്ടും. അപ്പോൾ ഒരു ഡിവോട്ടിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വ്യക്തിയാണ് യോഗയുക്ത അല്ലെങ്കിൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ ഭജന്തേമാം എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇത് മുൻകൂട്ടി നേരത്തെ ഭഗവാൻ കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം എന്നതിൽ അദ്ദേഹത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ 3 ക്വാളിറ്റികൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുൻപും ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏതാ ശ്ലോകം? 4:34 പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ് തത്വദർശിനഃ. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭക്തനാകാൻ, യോഗയുക്തനായ ഒരു ഭക്തനാകാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ അതിന് മുമ്പ് ഭഗവാൻ പറഞ്ഞു അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. 3 എസ്, ഇംഗ്ലീഷിൽ 3 എസ്, ക്യാപിറ്റൽ എസ്. പ്രണിപാതേന സറണ്ടർ അല്ലെങ്കിൽ ടേക്ക് ഷെൽട്ടർ. പരിപ്രശ്നേന സബ്മിസീവ്ലി ഇൻക്വയർ, വളരെ താഴ്മയോടെ ചോദിക്കൂ. പിന്നെന്താ പറയണത്? പരിപ്രശ്നേന സേവയ, സർവീസ്. 3S, ഷെൽട്ടർ അല്ലെങ്കിൽ സറണ്ടർ, സബ്മിസീവ് ഇൻക്വയറി, സർവീസ്. Then you will reach these 3: വിജിതാത്മ, ജിതേന്ദ്രിയ, വിശുദ്ധാത്മ. അപ്പോൾ നമ്മൾ പൊതുവേ ഭഗവത്ഗീത എല്ലാവരും വായിച്ചു പോകും, പക്ഷേ ഇതിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ തോന്നും. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഭജന്തേമാം ബുധാഭാവ സമന്വിതാഹ, എൻ്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നത്. ബുദ്ധിമാന്മാർ. അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാർ യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരാണ്. അവർക്കറിയാം എവിടെയാണ്, എന്താണ്, ഏതാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ മോക്ഷരാകണം എന്നായിരിക്കും ആദ്യത്തെ ലക്ഷ്യം. കാരണം എല്ലാവരും വളരെ സങ്കടത്തിലും ദുർഘടം പിടിച്ച കാര്യത്തിൽ പോകുന്ന മോക്ഷം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ മോക്ഷത്തിലേക്കാളും ഉപരിയാണ് ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോക്ഷത്തിനെ പറ്റി ചിന്തിക്കുകയില്ല. ഈവൻ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്ന സമയത്ത് മോക്ഷത്തിൻ്റെ ദേവി നമ്മുടെ കാൽക്കൽ വന്ന് നിൽക്കും. നിങ്ങൾ മോക്ഷത്തിന് വേണ്ടി എന്നെ പ്രാർത്ഥിക്കുക, എന്നെ പ്രാപിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നാണ് പറയണത്, ആചാര്യന്മാർ പറയണത്. മോക്ഷദാതാവായി ദേവി വന്ന് നമ്മൾ ചോട്ടിൽ നിൽക്കുന്ന പറയുന്നത്. സോ ഭക്തിയുത സേവനം അത്രയും ഉയർന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ ഭഗവാൻ എടുത്ത് പറയുന്നു എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആചാര്യന്മാരെ സമീപിക്കണം, ആ ആചാര്യനിൽ നിന്ന് നമ്മൾ ശ്രവിക്കണം, ആ ആചാര്യനിൽ നിന്ന് വിനയത്തോടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ സേവനം അനുഷ്ഠിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ നമുക്ക് ഫ്രീഡം ഇല്ലേ, സ്വാതന്ത്ര്യമില്ലേ? വെർ ഈസ് ഫ്രീ വിൽ? എന്താ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ എന്താ എനിക്ക് സ്വതന്ത്രമായിട്ട് സർവീസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. അപ്പം അവിടെയാണ് ഋഷികേശ സേവനം ഭക്തി രുച്യത്തെ. ഭഗവാന്റെ സേവനവുമായിട്ട് അലൈൻഡ് ആയിരിക്കണം നമ്മുടെ സേവനം, നമ്മുടെ ഇന്ദ്രിയങ്ങളും. അത് ഒരുപക്ഷെ നമ്മൾക്കറിയില്ല എങ്ങനെയാണ് അത് ആ സേവനം അനുഷ്ഠിക്കുന്നത്. അതിനാണ് നമുക്ക് ഭക്തന്മാരും അതുപോലെ ആചാര്യന്മാരും, ശിക്ഷാഗുരു, ദീക്ഷാഗുരു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഡെപ്തായിട്ട് പ്രത്യേകിച്ച് ശിക്ഷാഗുരു, ദീക്ഷാഗുരു, മുതിർന്ന അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാരെ പറ്റിയിട്ടൊന്നും
വേറെ എവിടെയും ഡിസ്കഷൻ ചെയ്യാറില്ല. ഓൺലി ഇൻ ഇസ്കോൺ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതിയിൽ മാത്രമേ ഭക്തന്മാരെ പോലും തരംതിരിച്ചിട്ട് അല്ലെങ്കിൽ കനിഷ്ഠ അധികാരി, മധ്യമ അധികാരി, ഉത്തമ അധികാരി എന്നൊക്കെ പറഞ്ഞ് വളരെ ഡെപ്തായിട്ട് പഠിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സമിതി എന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണബോധ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. കാരണം ഭക്തന്മാരിലും ലെവലുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ ഗുരുവായൂർ എല്ലാ മാസം മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർ വരുന്നുണ്ട്, ഞാൻ വലിയ ഭക്തനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവായൂർ വരുന്നതുകൊണ്ടും നമ്മൾ മാത്രമായില്ല, നമ്മൾ ഭഗവാനെ സേവിക്കുന്നത് എങ്ങനെയാണ്, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ വ്രജവാസികളുടെ ഈ ഭാവം ഗൗഡിയ മഠത്തിൽ അല്ലെങ്കിൽ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിൽ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഈവൻ സന്യാസിയായിരുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭു പോലും പറയുന്നത് വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭജന അല്ലെങ്കിൽ അവരുടെ ആരാധന ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ, ശാസ്ത്രത്തിൻ്റെ അറിവുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം മിത്രാദികളെയൊക്കെ അവർ ശരിക്ക് പരിഗണിച്ചിട്ടുണ്ടോ എന്നും നോക്കാറില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭു പറയുന്നത് അവരുടെ ആരാധനയാണ് ഏറ്റവും ഉന്നതമായത്, ഉയർന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചൈതന്യ മഹാപ്രഭു പറയുകയാണെങ്കിൽ, ഭഗവാൻ തന്നെ പറയുകയാണെങ്കിൽ അവിടെയാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിന് മുകളിലാണ് ഇവരുടെ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ അവസാനം എഴുതുന്നുണ്ട്, കൃഷ്ണാബോധത്തിൽ വിനിയോഗിച്ച ഒരു യഥാർത്ഥ പണ്ഡിതനായിത്തീരുന്നു. അതിന് ആ ഭക്തനോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൃഷ്ണനെ ശരിയായി അറിയാത്തവർ കേവലം മൂഢന്മാരാണ്. ഒരു വിഡ്ഢി മാത്രമേ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതൂ. ഭഗവത്ഗീതയുടെ ആധികാരികങ്ങളല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയുമെല്ലാം കൃഷ്ണാവബോധമുള്ളവർ തള്ളിക്കളയണം. അവർ വിഡ്ഢികളാൽ ഭ്രമിക്കപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണാവബോധത്തിൽ മുഴുകണം. അപ്പോൾ നമ്മൾ ഒരുപാട് ഭഗവത്ഗീത ക്ലാസ്സുകൾ നൽകുന്ന പല സന്യാസി വര്യന്മാർ അല്ലെങ്കിൽ പല ആചാര്യന്മാർ ഇസ്കോണിന് പുറമെ നൽകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെയൊക്കെ പരമ്പരയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം നിർബന്ധമില്ല. കാരണം ഒരു പരമ്പരയിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അതാത് വ്യക്തികളിൽ നിന്ന് വരുന്ന മോഹാപോഹങ്ങളിൽ നിന്നുള്ള അറിവുകളായിരിക്കും. പരമ്പരയിൽ നിന്ന് വരുമ്പോൾ മാത്രമേ ഭഗവാൻ, അതുകൊണ്ടാണ് 4-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറയുന്നത്, യവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു എന്ന് പറയുന്നത്. സകാലേനേഹമഗതോ നഷ്ടോ പരന്തപ. പരമ്പരയിൽ അല്ലാതെ വരുന്ന ഒരു ശാസ്ത്രവും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രം അല്ലാത്തതൊന്നും തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്. ആധികാരികങ്ങളല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും കൃഷ്ണാബോധമുള്ളവർ തള്ളിക്കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണാബോധത്തിലൂടെ സഞ്ചരിക്കുന്നവർ അത്തരത്തിലുള്ള ക്ലാസ്സുകളൊന്നും കേൾക്കുന്നില്ല. പ്രഭുപാദ് തന്നെ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഈവൻ എന്തിന് പ്രഭുപാദർ ഉള്ള സമയത്ത് പോലും ഈ ഭൂമിയിൽ 70കളിലും 60കളിലൊക്കെ പറയുമ്പോൾ പ്രഭുപാദരുടെ ശിഷ്യന്മാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെ അങ്ങയുടെ സഹോദരൻ മീൻസ് ഗോഡ് ബ്രദേഴ്സ്, അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ ഒരു ഡിവോട്ടി എഴുതിയ പുസ്തകം വായിക്കാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രഭുപാദർ പറഞ്ഞിട്ട്, നോ, യു ഷുഡ് നോട്ട് റീഡ് ദെയർ ബുക്സ്, യു ഷുഡ് റീഡ് ഓൺലി മൈ ബുക്സ്. അദ്ദേഹത്തിൻ്റെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഓരോ ഗുരു തന്നെയാണ്. പക്ഷെ എന്നാലും പറയുന്നത് ആ ബുക്ക് വായിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, ആചാര്യന്മാരെന്ന് പറയുന്ന സമയത്ത് അവരുടെ വ്യാഖ്യാനത്തിൽ മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഒന്നിനും പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധാത്മ പ്യൂരിഫൈ ആകണം, നമ്മുടെ ആത്മാവ് ശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഭുപാദരുടെ പർപ്പസ് ഭാവാർത്ഥം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങളും വിവർത്തനത്തിന് പുറമെ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം നമ്മൾ വളരെ ഇരുത്തി വായിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധാത്മാക്കളാകും, പ്യൂരിഫൈ ആകും, അതൊരു സംശയമില്ല. കാരണം അത്
ആധികാരികമായിട്ട് ഭഗവാൻ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. എവം പരമ്പര പ്രാപ്തം രാജർഷയ ആചാര്യന്മാരുടെ പരമ്പരയിൽ വരുന്നവർ പറയുന്നത്, അല്ലെങ്കിൽ ഗുരു പരമ്പരയിൽ ശിഷ്യ പരമ്പരയിൽ വരുന്നവർ കേൾക്കണമെന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ വിഡ്ഢികൾക്കത് മനസ്സിലാകില്ല. അവർ കൃഷ്ണഭഗവാനെ ശരണാഗതിയും പ്രാപിക്കില്ല, അവർക്ക് യാതൊരു വിധമായിട്ടുള്ള അറിവും ഇതിനെപ്പറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സഫറിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ സഫർ ചെയ്യുന്നു, ശരണാഗതി എടുക്കാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് നോളേജ് അല്ലെങ്കിൽ അറിവ്, ഈ ജ്ഞാനം നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്യൂരിഫൈ ആകണം, അല്ലെങ്കിൽ ശുദ്ധമാകണം, പരിശുദ്ധമാകണം. അപ്പോൾ അതിൻ്റെ വഴികളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിശുദ്ധാത്മ അതാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആചാര്യന്മാരെ 3 തരത്തിൽ പറഞ്ഞ വഴിയിൽ നമ്മൾ സമീപിക്കുക. അതിലൂടെ അവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മളൊരു വിശുദ്ധാത്മാവായിട്ടും നമ്മൾ ആത്മ സാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയായിട്ടും മാറാനും സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നോളേജ്, ഈ അറിവ് വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നിഷ്കാമ കർമ്മയോഗ, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫലത്തിൽ ആസക്തനല്ലാതെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അതായത് ത്യാഗ മനോഭാവം സ്വതവേ നമ്മളിൽ പ്രകടമാകുന്നു എന്നാണ് പറയുന്നത്. ചിലർ ആർട്ടിഫിഷ്യലി ത്യാഗ മനോഭാവമൊക്കെ കാണിക്കും, പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിക്കുമോ, ഞാൻ അന്ന് അത് അത്രയും ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും വലിയൊരു കാര്യം എന്ന് വിചാരിച്ച് ഞാൻ നടത്തിയ കാര്യം ശരിയായില്ല. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ആ വഴി സഞ്ചരിച്ചിട്ടുണ്ടാകില്ല. ത്യാഗമനോഭാവത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ശരിയായൊരു ഡയറക്ഷൻ അത് അവർക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാകുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ശുദ്ധമാകുന്നത്, നമ്മുടെ ആത്മാവ് എപ്പോഴാണോ നമുക്ക് അറിവ് നമ്മളിൽ പ്രവേശിക്കുന്നത്, അതിനോടുകൂടെ തന്നെ നമ്മൾ നിഷ്കാമ കർമ്മത്തിലേർപ്പെട്ട് നമ്മൾ ത്യാഗമനോഭാവം നമ്മളിൽ പ്രകടമാകുന്നു. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് നിർത്താൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ കർമ്മം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയായിരിക്കണം. അതിൽ യാതൊരു വിധമായിട്ടുള്ള ഫലത്തിൽ ആസക്തി പാടില്ല എന്നും, അതിനോടൊപ്പം നമ്മൾ ഭഗവാന്റെ നിരന്തര സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ള ചിന്തയിലും ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് പ്രധാന കാരണം അഹം സർവസ്യ പ്രഭുവോ മത്ത സർവം പ്രവർത്തതേ എന്നുള്ള കാര്യമാണ്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ബോധവാന്മാരായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ കണ്ടിന്യൂഷൻ, മീൻസ് ഈ 4 ശ്ലോകത്തിലെ ബാക്കിയുള്ള 3 ശ്ലോകങ്ങളും ഇതേ തത്വം അല്ലെങ്കിൽ ഇതേ കാര്യത്തിന് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഭഗവാൻ മനസ്സിലാക്കി തരുന്നത്. അത് ഇനി അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ചതുശ്ലോകി ശ്ലോകത്തിലെ 1ാമത്തെ ശ്ലോകമാണ് ഇത്. അപ്പോൾ എല്ലാവരും അത് മനഃപ്പാടമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. എല്ലാവരും അത് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക, ഈ 4 ശ്ലോകങ്ങളെങ്കിലും. അതിൽ 1ാമത്തെ ശ്ലോകമാണ് ഇന്ന് എടുത്തത്. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും സംശയം, ചോദ്യങ്ങൾ? തിരിച്ചു ചോദിക്കണമെന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കും ചോദ്യങ്ങളില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ചോദ്യം എന്നാ ചോദിക്കും. ഇന്ന് പറഞ്ഞ 3 എസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സീക്വൻസ് എങ്ങനെയാണ്? യെസ്. സേവ, നേരിട്ട് സേവയല്ല. ആദ്യം പ്രണിപാതേന നമസ്കരിക്കുക, അല്ലെങ്കിൽ ഷെൽട്ടർ, അല്ലെങ്കിൽ സറണ്ടർ. ദെൻ സബ്മിസീവ്ലി എൻക്വയർ അബൌട്ട് വാട്ട്. എനിക്ക് വീട്ടിൽ എന്നാണാവോ കാറ് വരുന്നത് മഹാരാജ്, അല്ലെങ്കിൽ വീട് എന്നാണ് എൻ്റെ പണി തീരുക, അല്ലെങ്കിൽ എൻ്റെ മോളുടെ വിവാഹം എന്നാണ് കഴിയുക. ഇതൊക്കെയല്ല. ദീസ് ആർ ആൾ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ. സ്പിരിച്വൽ ക്വസ്റ്റ്യൻ, ആധ്യാത്മികമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്.
അതീന്ദ്രിയ ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ആധ്യാത്മിക ആചാര്യന്മാർക്ക് നൽകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അതീന്ദ്രിയ ജ്ഞാനം, ട്രാൻസെൻഡൻ്റൽ നോളേജ്, ദിവ്യമായിട്ടുള്ള അറിവ്. അതാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അവരിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള മറുപടി കിട്ടും. ആ മറുപടി നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ ഹൃദയം തുറന്ന് സേവനത്തിൽ ഏർപ്പെടും. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ആ അപ്പോൾ ചതുശ്ലോകി ഭഗവത്ഗീത ഏതൊക്കെയാണ് ശ്ലോകം? 10ാമത്തെ അധ്യായത്തിലെ ഏതൊക്കെയാ? 8, 9, 10, 11. ശ്രീമദ് ഭാഗവതത്തിലെ ചതുശ്ലോകി ശ്ലോകം 2ാമത്തെ അധ്യായം. ഏത് ഖണ്ഡം? 9ാമത്തെ ഖണ്ഡം.